നിങ്ങളുടെ വീടിന്റെ അടുത്ത് വെച്ച് പെട്ടെന്നൊരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ സ്ഫോടനം വഴി പുറത്തേക്ക് വന്ന ലാവയിലേക്ക് നിങ്ങൾ അത് കെടുത്താനായി വെള്ളം കോരിയൊഴിച്ചാൽ എങ്ങനെയുണ്ടാകും? കേൾക്കുമ്പോൾ ശുദ്ധ മണ്ടത്തരമായി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ 1973 ഐസ്ലാൻഡിലെ ഹെയ്മെ എന്നൊരു ചെറിയ ദ്വീപിൽ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ ആളുകൾ അവരുടെ നഗരം സംരക്ഷിക്കാൻ വേണ്ടി ടൺ കണക്കിന് കടൽ വെള്ളം ലാവയുടെ മുകളിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ പരീക്ഷണം വിജയം കാണുകയായിരുന്നോ അതോ അവർക്ക് തന്നെ വീണ്ടും തിരിച്ചടിയാവുകയായിരുന്നോ എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. 1973 ജനുവരി 21 രാത്രി ഏകദേശം 8 മണിയോടെ ഹെയ്മയ്ക്കടുത്ത് ചെറിയ ഭൂചലനങ്ങൾ ഉണ്ടായതു മുതലാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഈ കുലുക്കങ്ങൾ ദ്വീപിന്റെ തെക്ക് ഭാഗത്ത് നിന്നാണ് വന്നിരുന്നത്. ഐസ്ലാൻഡ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിൽ ആയതുകൊണ്ട് തന്നെ ചെറിയ ഭൂചലനങ്ങൾ അവിടെ സാധാരണമാണ്. അവിടെയാണ് ഭൂമിയുടെ ഫലകങ്ങൾ അകന്നു പോകുന്നത്. ഇത് കാരണം ഐസ്ലാൻഡിൽ ഒരുപാട് അഗ്നിപർവ്വതങ്ങളുമുണ്ട്. ഏകദേശം 4 മുതൽ 5 വർഷം കൂടുമ്പോൾ ചെറിയ പൊട്ടിത്തെറികളും അവിടെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ആദ്യം അതത്ര പേടിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യങ്ങളായിരുന്നു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. അതായത് ജനുവരി 23 പുലർച്ചെ 1:55 ആയപ്പോൾ കിഴക്കൻ ഹെയ്മയിൽ നഗരത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് വെറും 200 മീറ്റർ മാത്രം അകലെ ഒരു നീണ്ട വിള്ളൽ രൂപപ്പെടുകയായിരുന്നു. വലിയ ശബ്ദത്തോടെയായിരുന്നു അത് സംഭവിച്ചത്. അങ്ങനെ ലാവ ആ വിള്ളലിലൂടെ പുറത്തേക്ക് വരികയായിരുന്നു. ആ വിള്ളൽ 300 മീറ്ററിൽ നിന്ന് 1.5 കിലോമീറ്ററോളമായി പെട്ടെന്ന് ഉയരുകയും ചെയ്തു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലാവയും ചാരവും നഗരത്തിൻ്റെ ചില ഭാഗങ്ങൾക്ക് ഭീഷണിയായി മാറാൻ തുടങ്ങി. ആ പ്രദേശത്തിന് മുകളിലൂടെ കറുത്ത ചാരവും വിഷവാതകങ്ങളും ഒഴുകി നടന്നു. അതിനാൽ തന്നെ സ്വാഭാവികമായും അവിടുത്തെ വായു വളരെ അപകടകരമായി മാറുകയായിരുന്നു. അതിനുശേഷമാണ് ഹെയ്മയിലെ വെസ്റ്റ്മാന്യജാർ ടൗണിൻ്റെ വെറും 2 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രധാനപ്പെട്ട അഗ്നിപർവ്വതമായ എഡ്ഫെൽ എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത്. ആ സമയം ഹെയ്മയിലെ ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു പോവുകയായിരുന്നു. തുടർന്ന് ഒരുപാട് ആളുകളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചു. ഈ സ്ഫോടനങ്ങൾ ജനുവരി 23 മുതൽ ജൂലൈ വരെ നീണ്ടു നിന്നിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇതിനെയാണ് സ്ട്രോംബോലിയൻ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഈ സ്ഫോടനത്തിൻ്റെ ലാവകൾ 500 അടി ഉയരത്തിൽ വരെ ഉയർന്നിരുന്നു. തുടർന്ന് ലാവ വടക്കോട്ടും കിഴക്കോട്ടും ഒഴുകാൻ തുടങ്ങി. പക്ഷേ ആ സമയത്ത് ലാവ പെട്ടെന്ന് ഒഴുകിയിരുന്നില്ല. ആ ലാവ വളരെ കട്ടിയുള്ള രീതിയിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. പക്ഷേ വലിയ കല്ലുകൾ പുറത്തേക്ക് തെറിക്കുകയും അത് ചിലപ്പോൾ വായുവിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയോ നിലത്ത് ഇടിച്ച് തകരുകയോ ചെയ്യുമായിരുന്നു. അങ്ങനെ ലാവ നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങുകയും കൂടുതൽ ആളുകൾ കുടിയൊഴിക്കപ്പെടുകയും ചെയ്തു. ഭാഗ്യവശാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുണ്ടായ ഒരു കൊടുങ്കാറ്റ് കാരണം മത്സ്യബന്ധന ബോട്ടുകൾ തുറമുഖത്ത് തന്നെ കിടന്നിരുന്നു. ഇത് ജനങ്ങളെ കടൽ വഴിയുള്ള ഒഴിപ്പിക്കൽ എളുപ്പവും സുരക്ഷിതവുമാക്കി. സ്ഫോടനം തുടങ്ങി 1 മണിക്കൂറിനുള്ളിൽ ഏകദേശം പുലർച്ചെ 2:30 ആദ്യത്തെ ബോട്ടുകൾ മെയിൻലാൻഡിലേക്ക് യാത്രയായി. 5300ഓളം താമസക്കാരിൽ ഭൂരിഭാഗവും ബോട്ട് വഴിയാണ് രക്ഷപ്പെട്ടത്. എന്നാൽ പ്രായമായവർ, ആശുപത്രിയിലെ രോഗികൾ എന്നിവരെ ലാവ തൊടാത്ത ദ്വീപിലെ എയർ സ്ട്രിപ്പിൽ നിന്ന് വിമാനത്തിൽ കയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു. മിക്കവാറും എല്ലാവരും സുരക്ഷിതമായി മെയിൻലാൻഡിൽ എത്തിപ്പെടുകയായിരുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ അപകടത്തിലായ വീടുകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനോ വേണ്ടി കുറച്ച് പേർ അവിടെ തന്നെ തുടർന്നു. ഈ ലാവയ്ക്ക് 1100 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടായിരുന്നു അത്രേ. അങ്ങനെ സ്ഫോടനം നഗരത്തോട് കൂടുതൽ അടുക്കുകയും ജനുവരി 23 ഇത് ഓരോ മണിക്കൂറിലും ഏകദേശം 50 മീറ്റർ വേഗതയിൽ ലാവ നീങ്ങിക്കൊണ്ടിരുന്നു. പതുക്കെയാണെങ്കിലും ഈ ലാവ ഒഴുകിക്കൊണ്ടിരുന്ന ഹെയ്മയുടെ വെസ്റ്റ്മാന്യാജർ തുറമുഖം ഈ ലാവ ഒഴുകുന്ന വഴിയിലായിരുന്നു. അതായിരുന്നു ഹെയ്മയുടെ എക്കണോമിയുടെ ഒരു തലസ്ഥാനം. ദ്വീപിലെ മത്സ്യബന്ധന വ്യവസായം ഐസ്ലൻഡിലെ GDPയുടെ 10%. അതിനാൽ തന്നെ ലാവ കാരണം തുറമുഖം അടച്ചു കഴിഞ്ഞാൽ ഹെയ്മയുടെ സാമ്പത്തിക സ്ഥിതി മോശമാകും. അതിൻ്റെ പ്രത്യാഘാതം ഐസ്ലാൻഡിൽ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാകുമായിരുന്നു. അതിനാൽ തന്നെ അവർക്ക് ഈ ലാവയെ തടഞ്ഞു നിർത്തുക എന്നതല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിനു മുൻപ് ആളുകൾ ലാവയെ തടഞ്ഞു നിർത്താൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലം കണ്ടിരുന്നില്ല. അതിനാൽ തന്നെ രണ്ടും കൽപ്പിച്ച് ഹെയ്മയിലുള്ള ജനങ്ങൾ കടലിനെ തന്നെയാണ് ഇതിനായി ഉപയോഗിച്ചത്. അതെങ്ങനെയാണെന്നല്ലേ പറയാം.
സമയം കടന്നു പോകവേ അത്യാവശ്യം വേഗതയിൽ തന്നെ ലാവ തുറമുഖത്തേക്ക് നീങ്ങുന്നതിനാൽ തന്നെ സ്ഥിതി വളരെ മോശമാവുകയായിരുന്നു. അതായത് അവരുടെ പദ്ധതി ലാവയുടെ മുകളിലേക്ക് കടൽ വെള്ളം ഒഴിക്കുക എന്നതായിരുന്നു. ഇത്രയും വലിയ ഒരു പരീക്ഷണം അവർ ഇതിനു മുൻപ് പരീക്ഷിച്ചിരുന്നില്ല. തുടർന്ന് അവർ ഫയർ ഹോസുകൾ ഉപയോഗിച്ച് ലാവയിലേക്ക് കടൽ വെള്ളം പമ്പ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ 5-ാം ദിവസം ലാവയുടെ മുകൾ ഭാഗം കട്ടിയാവുകയും അല്പം വേഗത കുറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഭീഷണി ഒഴിവാക്കാൻ ഇത് മതിയായിരുന്നില്ല. പക്ഷേ ആളുകൾക്ക് ഇതൊരു പ്രതീക്ഷ പുതുക്കലായിരുന്നു. അതിനാൽ തന്നെ USA-യിൽ നിന്ന് 32 വലിയ പമ്പുകൾ കൊണ്ടുവന്നിരുന്നു. ഒരു സെക്കൻഡിൽ 100 ഗ്യാലൺ അഥവാ 400 ലിറ്ററോളം വെള്ളമായിരുന്നു ഇതിലൂടെ പമ്പ് ചെയ്തിരുന്നത്. ഈ പമ്പുകൾ ആദ്യം 15 ദിവസത്തേക്ക് നിർത്താതെ പ്രവർത്തിച്ചു. ലാവ ഇവിടേക്കാണ് നീങ്ങുന്നതെന്ന് റേഡിയോകൾ വഴി ടീമുകൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് വാട്ടർ പമ്പിംഗ് ക്രമീകരിക്കുകയും ചെയ്തു. പൊള്ളൽ ഏൽക്കാതിരിക്കാൻ തൊഴിലാളികൾ പ്രത്യേക വസ്ത്രങ്ങൾ ധരിച്ചിരുന്നെങ്കിലും കഠിനമായ ചൂട് വലിയൊരു ഭീഷണിയായിരുന്നു. ബോട്ടുകൾ ഉരുകുകയും ട്രാക്ടർ ടയറുകൾക്ക് തീപിടിക്കുകയും ചെയ്ത അതിരൂക്ഷമായ ചൂടിലാണ് ഈ ജോലികൾ അവർ ചെയ്തിരുന്നത്. എങ്കിലും അവർ ഇതിനായി ബുൾഡോസറുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ ഈ പദ്ധതി വിജയിക്കുകയായിരുന്നു. കടൽ വെള്ളം കാരണം ലാവയുടെ പുറംഭാഗം ഒരു കട്ടിയുള്ള കറുത്ത പാളിയായി മാറുകയാണുണ്ടായത്. അത് പതുക്കെ ലാവയുടെ വേഗത കുറച്ചു. ഇതിനായി അവർ ഏകദേശം 6 മുതൽ 7 മില്യൺ ക്യൂബിക് മീറ്റർ കടൽ വെള്ളം ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഏകദേശം 160 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 1973 ജനുവരി 23 തുടങ്ങിയ അവരുടെ പോരാട്ടം ഏകദേശം ജൂലൈ 1 അവസാനിക്കുകയായിരുന്നു. അവസാന നിമിഷങ്ങളിൽ ലാവ തുറമുഖത്തിന്റെ 50 മീറ്റർ മാത്രം അകലെ വെച്ച് നിലക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ഏകദേശം 400ഓളം കെട്ടിടങ്ങൾ നശിച്ചിരുന്നു. വിഷവാതകം ശ്വസിച്ചതിലൂടെ ഒരാൾക്ക് മാത്രമാണ് മരണം സംഭവിച്ചത്. എല്ലാം കണക്കിലെടുക്കുമ്പോൾ ഹെയ്മെ വളരെ ശക്തമായി തന്നെ ഈ ദുരന്തത്തെ നേരിട്ടു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സ്വാഭാവികമായ ചോദ്യമായിരിക്കും, എങ്ങനെയാണ് കടൽ വെള്ളം കൊണ്ട് ലാവ തണുത്തുറഞ്ഞ് പോകുന്നത് എന്ന്. അതായത് ഉരുകിയ ലാവയിൽ വെള്ളം തട്ടുമ്പോൾ ചൂട് വെള്ളം വലിച്ചെടുക്കും. ഈ സമയത്ത് അത്രയും വലിയ ചൂടായതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒരുപാട് ഭാഗം ആവിയായി പോവുകയും ചെയ്യും. ഈ പ്രക്രിയയാണ് നമ്മൾ കൊഞ്ചിങ് എന്ന് വിളിക്കുന്നത്. വെള്ളം ദ്രാവക രൂപത്തിൽ നിന്ന് ആവിയായി മാറുന്ന ഈ മാറ്റത്തിലൂടെ വെള്ളം കൂടുതൽ ചൂട് വലിച്ചെടുക്കും. അതോടെ ലാവ തണുക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെ ആദ്യം ഈ ഓപ്പറേഷനിൽ ഫയർ ഹോസുകൾ ഉപയോഗിച്ച് ഒരു സെക്കൻഡിൽ ഏകദേശം 26 ഗ്യാലൺ അഥവാ 100 ലിറ്റർ കടൽവെള്ളമാണ് ലാവയുടെ മുകളിലേക്ക് സ്പ്രേ ചെയ്തിരുന്നത്. ഇത് ലാവയുടെ പുറംഭാഗം വേഗം തണുപ്പിച്ച് കട്ടിയുള്ള ബസാൾട്ടിൻ്റെ ഒരു പുറംതോട് ഉണ്ടാക്കി. ഈ പുറംതോട് ചാരനിറത്തിലും പരിപരുത്ത രൂപത്തിലുമായിരുന്നു കാണപ്പെട്ടിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലാവയും വെള്ളവും തമ്മിലുള്ള താപനില വ്യത്യാസം, അതായത് തെർമൽ ഗ്രേഡിയന്റ് കാരണമാണ് ലാവ കട്ടിയായി മാറുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു സ്കെയിലിൽ ഈ പരീക്ഷണം നടത്തി വിജയിക്കുക എന്നത് ചരിത്ര പ്രധാനമായ കാര്യമായിരുന്നു. ഇതുകൂടാതെ ഈ സ്ഫോടനത്തിന് ശേഷമുണ്ടായ മറ്റൊരു കാര്യമെന്നത് അവിടെ ഡ്രഡ്ജിംഗ് നടത്തിയപ്പോൾ, അതായത് തുറമുഖം വൃത്തിയാക്കിയപ്പോൾ സ്ഫോടനം തുറമുഖത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടുതൽ ആഴത്തിലാക്കി എന്ന് അവർ കണ്ടെത്തിയിരുന്നു. അത് വലിയ കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് അടുക്കാൻ അവസരം നൽകുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. സത്യത്തിൽ അവരുടെ ജോലികൾ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയപ്പോൾ അവർക്ക് കൂടുതൽ നല്ല ഒരു തുറമുഖമാണ് ലഭിച്ചത്. ഇന്ന് ഇവിടെയുള്ള ജനസമൂഹം സന്തോഷത്തോടെ ജീവിച്ചു പോരുന്നു. അങ്ങനെ അഗ്നിപർവ്വത ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഹെയ്മെ ഒരു മാതൃകയായി മാറുകയായിരുന്നു. ജപ്പാൻ, ഇറ്റലി പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു മാതൃകയായി. ഏതായാലും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.